നമ്മുടെ UK പുതിയതായിട്ട് വന്ന ഒരുപാട് സുഹൃത്തുക്കൾക്ക് അറിയാനുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഈ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് എന്ന നമുക്കൊരു ഒഫൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ആരെയാണ് നമ്മൾ സമീപിക്കേണ്ടത്? നമുക്ക് അതിന് എന്താണ് ഈ സൊല്യൂഷൻ? ഡ്രിങ്ക് ആൻഡ് ഡ്രൈവിനെ കുറിച്ച് പറയുമ്പം ഒരു സോളിസിറ്റർ സേവനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. രണ്ട് തരത്തിൽ അതിനെ നമുക്ക് പറയാം. ഒന്ന്, ഡ്രിങ്ക് ആൻഡ് ഡ്രൈവിൽ രണ്ട് തരത്തിലാണ് സാധാരണ പ്രോസിക്യൂഷൻ CPS എന്ന് പറയും, ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസസ്, അവർ കേസ് ചാർജ് ചെയ്യുക. ഒന്ന്, ലീഗൽ ലിമിറ്റായ 35 ml ഫ്രം 100 ml ഓഫ് ആൽക്കഹോളിൽ 35 ലിമിറ്റിൽ ഓവറാണ് എങ്കിൽ നിങ്ങൾ ഡ്രങ്കാണ് എന്ന് പോലീസ് പറയും. രണ്ടാമത്തെ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. നിങ്ങളെ ബ്രത്തിലൈസറിൽ അവർ ബ്രത്ത് അനലിസ്റ്റിക് നടത്തും. നിങ്ങൾക്ക് ആകെ 2 ചാൻസ് തരും. അതിൽ ഏറ്റവും കുറവ് എന്താണോ, ഇപ്പം സപ്പോസ് 50 നിങ്ങളുടെ ഉള്ളതെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം ഊതിപ്പം 58 അല്ലെങ്കിൽ 60 ആണെങ്കിൽ ആ 50 മാത്രമാണ് പോലീസുകാർ അത് കൗണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതൊന്ന്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവിൽ ചെയ്യാം. അതല്ല, ചില ആളുകൾ, നമ്മൾ മലയാളികളായിട്ടുള്ള നമുക്കുള്ള ആളുകൾ സാധാരണയായി അവർ പേടിച്ചിട്ടൊക്കെ ഊതിയാൽ കറക്റ്റായി മെഷർമെൻറ്റ് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ വന്നാൽ പോലീസിനറിയാം അവർ ഇത് കഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം. അങ്ങനെ വരുമ്പം ബ്രത്ത്ലൈസറിൽ പ്രോപ്പറായി കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സാധാരണ പോലീസ് ചാർജ് ചെയ്യുന്ന കേസാണ് ഫെയിലിയർ ടു പ്രൊവൈഡ് സ്പെസിമെൻ, വിച്ച് ഈസ് മോർ സീരിയസ് ദാൻ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. അപ്പോൾ നിങ്ങൾക്ക് കോടതിയിൽ ഒരു സോളിസിറ്റർ സഹായത്തോടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയോ കോടതിയിൽ കുറ്റം സമ്മതിക്കുകയോ സമ്മതിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഇതൊരു എലാബറേറ്റ് ആയിട്ടുള്ള വിഷയമാണ്. നിങ്ങൾ കഴിച്ചതിന് ശേഷം വണ്ടി ഓടിക്കണമെന്ന് മാത്രമല്ല, വണ്ടിയിൽ ഇരിക്കുകയോ കീ നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുകയോ ചെയ്താൽ അതിന് മൂന്നാമതൊരു ടേമാണ് ഇൻചാർജ് ഓഫ് വെഹിക്കിൾ. നിങ്ങൾ ആ വെഹിക്കിളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ വണ്ടി എടുത്തുകൊണ്ട് പോകാം, നിങ്ങളുടെ കയ്യിൽ കീ ഉണ്ട് എന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്കെതിരെ കേസുകൾ ചാർജ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ശരിക്കും ഈ പറയുന്ന അവെയർ ആയിട്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണല്ലോ. നമ്മുടെ ഇപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു പെനാൽറ്റീസും നമ്മൾ ഇവിടെ വരുന്ന നമുക്ക് നേരിടേണ്ട കാര്യങ്ങൾ, അതൊന്ന് ചുരുക്കി പറയാമോ? അതൊരു വാസ്റ്റായിട്ടുള്ള വിഷയമാണ്. നിലവിലത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവിൽ നിങ്ങൾ സമ്മതിക്കുകയോ അല്ലെങ്കിൽ കോടതി അല്ലാതെ നിങ്ങൾ ഡ്രിങ്ക് ചെയ്തു എന്നിട്ട് വണ്ടി ഓടിച്ചു മോർ ദാൻ 35 റീഡിങ് 35 മുകളിലാണ് എന്നുണ്ടെങ്കിൽ കോടതി മാൻഡേറ്ററി ആണ് നിങ്ങളെ സ്റ്റാർട്ടിങ് ഫ്രം 12 മാസം 12 മന്ത്സ് മുതൽ നിങ്ങളെ ശിക്ഷിക്കാം. സാധാരണ നിങ്ങളുടെ സർക്കംസ്റ്റാൻസ് നോക്കി കോടതി അത് മറ്റൊരു തീരുമാനം എടുക്കാൻ മേലാകുകയുണ്ട്, അല്ലെങ്കിൽ എടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ റീഡിങ്ങിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 50 ആണ് നിങ്ങളുടെ റീഡിങ് എന്നുണ്ടെങ്കിൽ കോർട്ടിന് സാധാരണയായി സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള 12 മന്ത്സ് അൻറ്റിൽ 17 മന്ത്സ് വരെ ആവാം. മാത്രമല്ല, നിങ്ങൾക്ക് ഫൈൻ തീർച്ചയായും നിങ്ങളുടെ ഏണിങ്സും ആ വീക്ക്ലി ഏണിങ്സിൻ്റെ 175% വരെ നിങ്ങൾക്ക് ഫൈൻ വിളിക്കാം. രണ്ടായാലും ഡിസ്ക്വാളിഫിക്കേഷൻ മാൻഡേറ്ററി ആണ്. നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ വാഹനം ഡിസ്ക്വാളിഫിക്കേഷൻ്റെ പീരീഡ് കഴിയുന്നതിന് മുമ്പ് ഓടിക്കാൻ പാടില്ലാത്തതാണ്. അതിൽ രണ്ടാമതായി നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ജയിലിലേക്ക് വിടാനുള്ള പ്രൊവിഷൻ കോടതിക്കുണ്ട്. പിന്നെ മറ്റൊന്ന്, നിങ്ങളുടെ ലൈസൻസിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്താൽ ആ കഴിയുമ്പം DVL നിങ്ങളെ അറിയിക്കുന്നതാണ്, ഒരു മാസം അറ്റ്ലീസ്റ്റ് 1 month ബിഫോർ. സോ യു വിൽ ഗെറ്റ് ബാക്ക് ടു യുവർ ലൈസൻസ്. റീഡിങ് നമ്മൾ സാധാരണ 70-80 മുകളിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാറ്റഗറിയാണ് HRO കാറ്റഗറി, ഹൈ റിസ്ക് ഒഫൻഡേഴ്സ് കാറ്റഗറി എന്നതിന് പറയുക. അത് നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, CDT ടെസ്റ്റ് എന്ന് പറയും. ആ ടെസ്റ്റ് അല്ലെങ്കിൽ അത് കിട്ടി, ഡോക്ടർ സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ 1 വർഷത്തോളമായി ആൽക്കഹോൾ മിസ്യൂസ് ചെയ്തില്ല എന്ന് കോടതിക്ക് മീൻസ് DVLയുടെ ലൈസൻസ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ലൈസൻസിന് റീഅപ്ലൈ ചെയ്ത് എടുക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ വിശേഷങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ പുതിയതായിട്ട് വന്ന ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അകപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ബെന്നി സാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഹോമക്സ് UKയുടെ സോളിസിറ്റർ ഹെഡായിട്ടുള്ള അദ്ദേഹം ഇതിൻ്റെ കാര്യങ്ങൾ ഒരുപാട് വളരെ എക്സ്പെർട്ടായിട്ടുള്ള അഡ്വൈസ് നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മേഖലയിൽ കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഈ പറയുന്ന നമ്മൾ നിങ്ങളോട് പറഞ്ഞത്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട് എന്ന് തീർച്ചയായിട്ടും നമ്മൾ ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്.